വയനാട്ടിലെ ദുരന്തഭൂമിയിൽ നിന്ന് സൈന്യം ഭാഗികമായി പിൻവാങ്ങുന്നു. മുണ്ടക്കയിലെ സൈന്യത്തിന്റെ തെരച്ചിൽ അവസാനിപ്പിച്ചു. ജില്ലാ ഭരണകൂടം സൈനികർക്ക് യാത്രയയപ്പ് നൽകി. കേരള സർക്കാർ ലോഗോയുള്ള ബിഗ് സല്യൂട്ട് മൊമന്റോ സമ്മാനിച്ചു. സൈന്യം ജോലി നന്നായി പൂർത്തിയാക്കിയെന്നും വിടവാങ്ങൽ ഒഴിവാക്കാനാകാത്തതെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. വല്ലാത്ത വേദനയുണ്ട്. നമുക്കൊരു ധൈര്യമായിരുന്നു. പക്ഷേ അവരെ കൊണ്ട് എന്തൊക്കെയാണോ സാധ്യമാവുക അതെല്ലാം അവർ ചെയ്തു. ഇനി അവർക്ക് മറ്റു പല ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. പക്ഷേ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്കൊപ്പം നിന്നൊരു പോരാട്ടമാണ് നടത്തിയത്. അപ്പോൾ ആ പോരാട്ടത്തിൽ ഒരുമിച്ച് നിന്നവർ പോകുമ്പോൾ സ്വാഭാവികമായിട്ടുമുള്ള ഒരു പ്രയാസം ഞങ്ങൾക്കൊക്കെ ഉണ്ട്. പക്ഷേ അത് ഒരു അനിവാര്യമാണെന്ന് നമുക്കറിയാം. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു. ആ ബെയിലി പാലം സൃഷ്ടിച്ചത് നമ്മുടെ രക്ഷാദൗത്യ പ്രവർത്തനത്തിന് ഏറെ ഗുണകരമായി. ഇതിലെ പ്രത്യേകത ജനങ്ങളും ആർമിയും നേവിയും സർക്കാർ സംവിധാനങ്ങൾ ഫയർഫോഴ്സും വനം വകുപ്പും അതുപോലെ തന്നെ മറ്റ് എല്ലാ ഫോഴ്സസും SOGയും എല്ലാവരും കേരള പോലീസും ഒക്കെ ഒരു കുടുംബമായി നിന്നുകൊണ്ടാണ്, ഒരു ടീമായി നിന്നുകൊണ്ടാണ് പോരാടിയത്. രക്ഷാദൗത്യത്തിലെ പിന്തുണയ്ക്ക് സൈന്യം നന്ദി അറിയിച്ചു. ഹെലികോപ്റ്റർ തെരച്ചിൽ സംഘവും ബെയിലി പാലത്തിലെ എഞ്ചിനീയറിംഗ് സംഘവും വയനാട്ടിൽ തുടരും. We are trained for all these operations and terrain was difficult initially, but whenever the bridge came up, actually we could cross over without the bridge also, but the heavy equipment, the JCBs which were required and the ambulances which were required, they could cross over little fast because of the bridge coming. The terrain was much, we are trained for the same. ദീപക് ധർമ്മടം ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. ദീപക്, ഇത്രയും ദിവസം സൈന്യം നടത്തിയ സേവനം, അവർ നീട്ടിയ രക്ഷാകരം, അത് ഈ ഘട്ടത്തിൽ എല്ലാവരും ഓർക്കുകയാണ്. സ്നേഹത്തോടുകൂടി നാട് അവർക്ക് യാത്രയയപ്പ് നൽകുന്നു. ഭാഗികമായാണ് അവർ മടങ്ങുന്നത്. ചില സംഘങ്ങൾ അവിടെ തുടരുകയും ചെയ്യും. ഇനി തെരച്ചിലിൻ്റെ സ്വഭാവം ഏതു തരത്തിലായിരിക്കും? നാളെ ജനകീയ തെരച്ചിൽ നടക്കാൻ പോകുന്നു. അതുപോലെ ഇന്നത്തെ തെരച്ചിലിൻ്റെ വിവിധ സോണുകളിൽ നിന്നുള്ള പുരോഗതി, രക്ഷാദൗത്യ സംഘത്തിൻ്റെ നീക്കങ്ങൾ എങ്ങനെയാണ് ദീപക് ധർമ്മടം? റിജിത്ത്, വികാരപരവും വീരോചിതവുമായിരുന്നു സൈന്യത്തിൻ്റെ വിടവാങ്ങൽ. യഥാർത്ഥത്തിൽ അവർ വിടവാങ്ങിയിട്ടില്ല, അടുത്ത ദിവസം വിടവാങ്ങുകയുള്ളൂ. പക്ഷേ അവർക്ക് ഔദ്യോഗികമായി നൽകിയ യാത്രാമൊഴി, കലക്ടറുടെ ചേംബറിൽ നടത്തിയ യാത്രാമൊഴി വികാരപരമായിരുന്നു. മന്ത്രിമാർ ആലിംഗനം ചെയ്തുകൊണ്ട് അവരോട് നന്ദി പ്രകടിപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞതുപോലെ സൈന്യം നടത്തിയ സേവനം മികച്ചതാണ്, വേദനയോടെയാണ് യാത്ര പറയുന്നത്. പക്ഷേ ഈ വിടവാങ്ങൽ അനിവാര്യമാണ്, അവർക്ക് ഇതിലും വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. സൈന്യവുമായി സംസാരിച്ചിരുന്നു, കേണൽ രോഹിത്തുമായും അതുപോലെ തന്നെ കേണൽ പരംവീറുമായിരുന്നു. ഈ പരംവീർ ആയിരുന്നു മുണ്ടക്കൈ അതുപോലെ ചൂരൽമലയിലെ ഓപ്പറേഷൻ കമാൻഡ് ചെയ്തിരുന്നത്. ആ പരംവീർ പറഞ്ഞത്, ഞങ്ങളുടെ ഹൃദയത്തിൽ വി വിൽ പുട്ട് ഇൻ അവർ ഹാർട്ട് എന്നാണ്. വയനാടിനെ അവർ അവരുടെ ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, കേരള സർക്കാരും കേരളത്തിലെ ജനങ്ങളും വയനാട്ടിലെ സാധാരണക്കാരും സൈന്യത്തിന് നൽകിയ പിന്തുണയ്ക്ക് അവർ നന്ദി പറയുന്നു. വളരെ ഏകോപനത്തോടു കൂടിയാണ് പ്രവർത്തനം മുന്നോട്ട് പോയതെന്ന് സാധാരണ സൈനികർ വരെ പറയുന്നു, കേണൽ റാങ്കിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരും പറയുന്നു. ഈ വേളയിൽ നമ്മളൊരു പേര് എടുത്തു പറയേണ്ടതുണ്ട്. അത് മേജർ ജനറൽ മാത്യുവിനെയാണ്. മാത്യു തൊടുപുഴക്കാരനാണ്, മലയാളിയായ മാത്യു ആണ് ഈ ഓപ്പറേഷൻ്റെ GOC, ബാംഗ്ലൂരിൽ ആസ്ഥാനമായുള്ള കമാൻഡ് അദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹമാണ് ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം ഏകോപനം നിർവഹിച്ചത്. കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ADGP MR അജിത് കുമാർ, അതുപോലെ തന്നെ ഇൻസിഡൻറ്റ് കമാൻഡർ IG സേതുരാമൻ, ഇവരെല്ലാം തന്നെ ഏകോപിതമായ രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. മന്ത്രിസഭയുടെ ഉപസമിതിയും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. ഇന്നിപ്പോൾ നമ്മൾ ഈ തത്സമയ സംപ്രേഷണം നടത്തുമ്പോഴും സൺറൈസ് വാലിയിലെ അതിസങ്കീർണമായ അപകടകരമായ ടെറൈനിൽ ഇപ്പോഴും 24 സൈനികർ, അതായത് ആർമിയുടെ കമാൻഡോസും കേരള പോലീസിൻ്റെ SOGയും ചേർന്നുള്ള തെരച്ചിൽ നടത്തുകയാണ്. ഇന്നലെ വൈകിട്ട് അവിടെ നിന്നും മൃതദേഹഭാഗം കിട്ടിയിരുന്നു. നാറുന്ന നിലയിലായിരുന്നു, അത്രയും ദുർഗന്ധമായിട്ടായിരുന്നു അവർ ഹെലികോപ്റ്ററിൽ അത് കൊണ്ടുവന്നത്. നമ്മൾ തത്സമയം റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ 6 സോണുകളിൽ തിരച്ചിൽ തുടരുന്നു. നാളെ ജനകീയ തിരച്ചിൽ, അതായത് ഈ ദുരന്തത്തിൻ്റെ ഇരകൾ, അതിജീവിച്ചവർ, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ കൂടി പങ്കാളികളാവുന്ന ജനകീയ തിരച്ചിൽ നടക്കും. മറ്റന്നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്തുകയാണ്. ഏതായാലും കേരളം കണ്ടിട്ടില്ലാത്ത, തെക്കേ ഇന്ത്യ കണ്ടിട്ടില്ലാത്ത വലിയ ദുരന്തമാണ് വയനാട് ഏറ്റുവാങ്ങിയത്. ആ ദുരന്തത്തിൻ്റെ നിവാരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ. റിജിത്ത്, ശരി, ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകുകയായിരുന്നു വയനാട്ടിൽ നിന്ന്. ദുരന്തമുഖത്ത് മരണം മുന്നിൽ കണ്ടു കഴിഞ്ഞ ഒരുപാട് മനുഷ്യരെയാണ് ജീവിതത്തിലേക്ക് സൈന്യം തിരികെ രക്ഷാകരം നീട്ടി തിരികെ ജീവിതത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അവരുടെ സേവനം ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കുകയാണ്. രക്ഷാദൗത്യത്തിന് വേഗം നൽകുന്നതിനായി ബെയിലി പാലത്തിൻ്റെ നിർമ്മാണമടക്കം കൃത്യമായ സമയത്ത് പൂർത്തിയാക്കി അവരുടെ സേവനത്തെ നാടോർക്കുന്നു. അവർക്ക് യാത്രയയപ്പ് നൽകുന്നു.